മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരം ലാലേട്ടനാണ്, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിലെ ഒന്നാമൻ മോഹൻലാലാണ് എന്നൊക്കെ കൃത്യമായ ഡാറ്റ വെച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ ഭയങ്കര മടിയാണ്. മോഹൻലാലിനോടുള്ള വിരോധം തന്നെയാണ് ഇതിന്റെ പിറകിൽ കാരണം. ഈ വിരോധത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത. ശരിക്കും ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് നമ്പറുകളൊക്കെ വളരെ സുതാര്യമാണ്. കൃത്യമായ ട്രാക്കിംഗ് ഈ നമ്പേഴ്സിന്റെ എല്ലാം പിറകിലുണ്ട്. അങ്ങ് ചുമ്മാ തള്ളി വെച്ചിട്ടൊന്നും ഒരു ബോക്സ് ഓഫീസ് നമ്പർ പുറത്തേക്ക് ഇപ്പോൾ വരുന്നില്ല. അങ്ങനെ വന്നിട്ട് കാര്യവുമില്ല. എന്തിന് ടിക്കറ്റ് ബുക്കിങ്ങിന് വരെ കൃത്യമായ കണക്കുകൾ ആ വെബ്സൈറ്റുകൾ പുറത്തു വിടുന്നുണ്ട്. ഇങ്ങനെ സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട് കൃത്യമായ നമ്പറുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് താരത്തിനാണ് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ളത്, ഓരോ മാർക്കറ്റിലും ഏത് താരമാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ. മലയാളത്തിൽ മോഹൻലാലിനെ സംബന്ധിച്ച് ഹോം ടെറിട്ടറി ആയാലും ഓവർസീസ് ആയാലും ഒരുപോലെയാണ്. എല്ലാ ഏരിയയിലും കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് നിൽക്കുന്ന ഒരു താരമാണ് മോഹൻലാൽ. നമുക്കറിയാം ഇങ്ങനെ കൃത്യമായിട്ട് നമ്പറുകളൊന്നും വരാത്ത കാലത്തെ ഒരു അവസ്ഥ. 2013 ദൃശ്യം വന്ന് സെൻസേഷണൽ ഹിറ്റായി മലയാള സിനിമയുടെ ആദ്യത്തെ 50 കോടിയായി മാറി. 2016 പുലിമുരുകൻ വന്ന് സെൻസേഷനായി മാറിയ കാലത്ത് ഈ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ തള്ളാണ് എന്ന് പറഞ്ഞിരുന്ന ചെറിയൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ അന്നൊക്കെ പറഞ്ഞിരുന്നത് ട്രാക്കിംഗ് വന്നാൽ മോഹൻലാൽ എക്സ്പോസ്ഡ് ആവും, ഈ നമ്പറുകളൊക്കെ ഫേക്ക് ആണ് എന്നുള്ളതാണ്. ആ കാലത്ത് പലർക്കും ഓർമ്മയുണ്ടാവും, പുലിമുരുകൻ റിലീസായി കഴിഞ്ഞ് ഏതാണ്ട് ഒരു 6 മാസത്തിന് ശേഷം റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം. മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരം വരെ ഭാഗമായ പ്രൊഡക്ഷൻ ഹൗസ് ആണ് ആ ചിത്രം നിർമ്മിച്ചത്. ആ ചിത്രത്തിന് ആദ്യ ദിനം എത്ര കളക്ട് ചെയ്തു എന്നൊക്കെയുള്ളത് സാമാന്യ ബോധമുള്ളവർക്ക് അന്നേ അറിയാം. പക്ഷേ 2ാം ദിവസം ആ സിനിമയുടെ ആദ്യത്തെ കളക്ഷൻ വന്നപ്പോൾ അവർ ശരിക്കും പുഷ് ചെയ്ത് വിട്ടത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ പുലിമുരുകനെ തകർത്തു, പുലിമുരുകനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ കൊട്ടിഘോഷമായിരുന്നു. അക്കാലത്ത് മലയാള സിനിമയിലെ കുറെ താരങ്ങളും അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്ന പല പേജുകളും നമ്മൾ കളക്ഷന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളുകളുമൊക്കെ ഈ ഒരു കളക്ഷൻ സത്യമാണ്, പുലിമുരുകന്റെ ആദ്യത്തിന് റെക്കോർഡ് ഈ ചിത്രം മറികടന്നു എന്നും ഈ ചിത്രം 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് 50 കോടിക്കേറെ കളക്ട് ചെയ്തെന്നും ഗൾഫിലൊക്കെ വമ്പൻ കളക്ഷനാണ് വരുന്നതെന്നൊക്കെ വരുത്തി തീർത്തു. അന്ന് വേറെ സോഴ്സുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മൾ ഈ നമ്പറുകൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ പുലിമുരുകൻ മറ്റൊരു നടന്റെ ചിത്രം മറികടന്നു. അതിനാൽ തന്നെ മോഹൻലാലും ആ ഒരു നടനും ഏതാണ്ട് തുല്യമാണ് എന്നൊരു വരുത്തി തീർക്കൽ ഇതിന്റെ പിറകിലുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, പിന്നീട് ട്രാക്കിംഗ് വന്നു, കറക്റ്റ് ഫിഗേഴ്സ് പുറത്തു വന്നു തുടങ്ങി. അങ്ങനെയാണ് മനസ്സിലാവുന്നത് ആ ചിത്രം പുലിമുരുകനെ മറികടന്നിട്ടില്ല എന്ന് മാത്രമല്ല, പുലിമുരുകന്റെ 7 അയലത്ത് കളക്ഷൻ വന്നിട്ടില്ല. അന്ന് 4 ദിവസം കൊണ്ട് 50 കോടി തള്ളിയ ചിത്രത്തിന്റെ യഥാർത്ഥ കളക്ഷൻ 35 കോടിയാണെന്ന് പിന്നീട് പുറത്തു വന്നു. അതായത് പറഞ്ഞു വന്നത് പിന്നീട് കറക്റ്റ് ട്രാക്കിംഗ് ഒക്കെ വന്ന് തുടങ്ങിയപ്പോൾ ശരിക്കും എക്സ്പോസ്ഡ് ആയത് മറ്റു പല ആളുകളുമാണ്. അങ്ങനെ എക്സ്പോസ്ഡ് ആയ പല ആളുകളും ഇന്ന് 100 കോടിയും 150 കോടിയും ഒന്നും നേടാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മോഹൻലാൽ ആണെങ്കിൽ 100 കോടിയും 150 കോടിയും 200 കോടി 250 കോടിയൊക്കെ കടന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. ആദ്യ ദിന കളക്ഷനിലൊക്കെ മോഹൻലാലിന്റെ ചിത്രങ്ങൾ മാത്രമാവുന്നൊരു അവസ്ഥ വരികയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ആദ്യ ദിന കളക്ഷനും വീക്കെൻഡ് കളക്ഷനും 100 കോടി ക്ലബ്ബും 150 കോടി ക്ലബ്ബും 200 കോടി ക്ലബ്ബും ഒക്കെ ഏറ്റവും കൂടുതൽ മോഹൻലാലിന് തന്നെയാണ്. പറഞ്ഞു വന്നത് മോഹൻലാലിന് 2013 ദൃശ്യം ഇറങ്ങിയപ്പോൾ വന്ന ഫാൻ ബേസ് അല്ല, മോഹൻലാൽ സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോൾ വരുന്ന ആൾക്കൂട്ടം നമ്മളിപ്പോൾ കാണുന്നതാണ്. 50 വയസ്സും 60 വയസ്സും ഒക്കെയുള്ള ആളുകൾ ഒന്നാകെ ഇടിച്ചു കയറി തിയേറ്ററിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ 2013 ദൃശ്യവും 2016 പുലിമുരുകനും കണ്ട് ആരാധകരായതല്ല. ഇവരെല്ലാം തന്നെ മോഹൻലാലിന്റെ സിനിമകൾ അതിന് മുൻപേയും തിയേറ്ററിൽ പോയി നിരവധി കണ്ടിട്ടുള്ളതാണ്. പണ്ട് ട്രാക്കിംഗ് പേജും അതുപോലെ തന്നെ കൃത്യമായ സോഴ്സുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ഉൾപ്പെടെ ഒരു മണിക്കൂറിൽ ടിക്കറ്റ് എത്ര വിറ്റുപോയെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അതൊക്കെ ശരിക്കും സഹായകമായത് മോഹൻലാലിന് തന്നെയാണെന്ന് മലയാളത്തിൽ പറയേണ്ടി വരും. കാരണം മോഹൻലാലിന്റെ സിനിമകൾക്ക് അടുത്ത് നിർത്താൻ വേറെ ഒരു നടന്റെയും സിനിമകൾ മലയാളത്തിൽ ഇല്ല എന്നൊരു അവസ്ഥ വന്നത് ഇങ്ങനെ കൃത്യമായ നമ്പറുകൾ വളരെ സുതാര്യമായി പുറത്തു വന്നതോടുകൂടിയാണ്. പറഞ്ഞു വന്നത് ഈ ഒരു ആൾക്കൂട്ടം 2013 മുൻപും ഇവിടെ ഉണ്ട്. 1980-കൾ മുതൽ മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഇത്രയേറെ പിന്തുണയുണ്ട്. അന്ന് മറ്റു പലരുടെയും സിനിമകളൊക്കെ ഇതിനോടുകൂടെ ചേർത്ത് കെട്ടി വായിച്ചിരുന്നു എന്നുള്ളതാണ്. ആ വായനയുടെയൊക്കെ ശരിതെറ്റുകൾ ഇപ്പൊ ഏതാണ്ടൊക്കെ കൃത്യമായിട്ടുണ്ടാവും. ഏതായാലും മോഹൻലാൽ തന്നെയാണ് മലയാളത്തിലെ നമ്പർ 1 താരം ബൈ മൈൽസ് എന്ന് അടിവരയിട്ട് പറയേണ്ട സാഹചര്യമാണ്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് നമ്പറുകൾ തന്നെ നമുക്ക് കഴിഞ്ഞ കുറെ കാലങ്ങൾ എടുത്തു നോക്കി അറിയാം, 1-2 സിനിമകളൊന്നും അല്ല. അപ്പൊ ഏതായാലും ഈ ഒരു ബോക്സ് ഓഫീസ് നമ്പറുകൾ വെച്ചുള്ള തർക്കങ്ങൾക്കൊക്കെ ഏതാണ്ട് കൃത്യമായ അവസാനം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അത് ഏതായാലും ഇനി മാറാനും പോകുന്നില്ല. ഇനി ഏതായാലും മോഹൻലാലിനെ വെച്ചിട്ടൊരു ബോക്സ് ഓഫീസ് താരതമ്യമൊന്നും ആരും നടത്താൻ പോണില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം.